ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ വെൻ മേക്കിംഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ടുണ്ട് ഹെയർ എക്സസറീസിൻ്റെ മേക്കിംഗ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഒരു ഹെയർ ബോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് ആണെങ്കിലും ഓണത്തിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഹെയർ എക്സസറീസ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആകെ ഒരു മുല്ലമാലയും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒരു ചെറിയൊരു ഹെയർ വെൻ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇനി ഓരോരോ മേക്കിംഗ് വീഡിയോസായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മെറ്റീരിയൽസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ എന്തായാലും സ്റ്റിച്ചിങ് വീഡിയോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. ഇന്ന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നൈറ്റ് ഇടുന്നുണ്ട് ഒരു വീഡിയോ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ആണെങ്കിലും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ ഒന്ന് പറയാം. ഈ ഫ്ലവേഴ്സാണ് കേട്ടോ. ഫ്ലവേഴ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് മേക്ക് ചെയ്യണതിൻ്റെ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട് നോക്കി വെക്കാം, ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ എന്താ ഇവിടെ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഗോൾഡൻ്റെ ചെറിയ ബീഡ്സാണ് കേട്ടോ, ഷുഗർ ബീഡ്സ് ഒന്നല്ല, ചെറിയ സൈസിലുള്ള ബീഡ്സാണെന്ന് മാത്രം. പിന്നെ കമ്പി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യണ പോലത്തെ ഒരു കമ്പിയാണ് കേട്ടോ അത്. ഇതാണ് ഞാൻ ഹെയർ വെയിന് വേണ്ടി സാധാരണ യൂസ് ചെയ്യണത്. നല്ല ക്വാളിറ്റിയുള്ള കമ്പി തന്നെയാണ് കേട്ടോ. നമ്മളിത് ചെയ്തിട്ട് ഇതുവരെയായിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ, മോശമായിട്ടൊന്നും വന്നിട്ടില്ല, നല്ല ഒരു തന്നെയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ റോളായിട്ടാണ് വാങ്ങിക്കണത്. അപ്പോൾ അതിന് ഞാൻ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗോൾഡൻ്റെ ഇതിൽ കഴിയാറായിട്ടാണ് അത്രയും കുറവ് കാണുന്നത് കേട്ടോ, ഇതിലും കൂടുതലുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു കമ്പി അല്ലാതെ നമുക്ക് വേറെയും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിക്കാം. ഇത് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലെക്സിബിളായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യണത്. അല്ല നിങ്ങൾക്ക് ഇത് കിട്ടാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ റോളായിട്ടുള്ള കോപ്പർ വയർ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് സിൽവറും അതുപോലെ തന്നെ ഗോൾഡനും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ സൈസ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത്, ഇപ്പം ഞാൻ ഈ കാണിച്ചതിൻ്റെ 0.3 mm ആണ്. 0.5 mm അതുപോലെ തന്നെ 0.4 mm ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. 4 mm എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അത് ഞാൻ നോക്കിയപ്പോൾ കാണാനില്ല കേട്ടോ, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കോപ്പർ വയർ എന്ന് പറയുന്നത്. നമ്മൾ ഹെയർ വെയിൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോപ്പർ വയർ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ കോപ്പർ വയർ എന്ന് തന്നെ പറഞ്ഞിട്ട് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തിക്നെസ്സൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയുന്നില്ല കേട്ടോ. പിന്നെ ഇതാ ഈ കോപ്പർ വയറിന് പകരം ചിലർ ഗിയർ വയർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാനായിട്ട് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഗിയർ വയർ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു സംഭവമാണ്. ഇത് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിനാണ് കേട്ടോ യൂസ് ചെയ്യണത്. മാലകളും അതുപോലെ തന്നെ പാദസരം, ബ്രേസ്ലെറ്റ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗിയർ വയർ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് രണ്ടും വേറെ വേറെയാണ്, അങ്ങനെ പറഞ്ഞിട്ട് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ. കോപ്പർ വയർ എന്ന് പറഞ്ഞിട്ടാണ് ഹെയർ വെയിന് വേണ്ടിയിട്ട് വാങ്ങിക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ പ്ലയർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ ഇവിടെ കമ്പി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് നല്ല ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടറ്റം ഒരേപോലെ പിടിച്ച് കൊടുത്തിട്ട് സെൻറ്ററിലോട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഒരു കമ്പിയുടെ മീതേക്ക് അടുത്ത കമ്പി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പിരിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ഹോൾ കിട്ടും. ആ ഹോളിൽ കൂടെയാണ് നമ്മൾ ഹെയർ ക്ലിപ്പോ അല്ലെങ്കിൽ റിബണൊക്കെ കെട്ടിയിട്ട് നമ്മൾ തലയിൽ ഫിക്സ് ചെയ്യാനായിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിൽ അതേപോലെ ഹോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഫ്ലവറിനൊക്കെ ഒന്ന് അഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഒന്നിച്ചാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്, ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അടക്കി ഒതുക്കി വെക്കുകയും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ എന്താ ഈ രണ്ട് കമ്പികൾ അകത്തി വെച്ചിട്ട് അതിലൊരു കമ്പിയിലോട്ട് ഞാനിതാ ഈ ഒരു ഫ്ലവറിനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ആ ഫ്ലവറിൻ്റെ കമ്പിയും നമ്മൾ ആ ഒരു കമ്പിയും കൂടിയിട്ട് ഒന്ന് ഒരുമിച്ച് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഫിക്സായി കിട്ടും. അപ്പോൾ ഇതുപോലെ ആക്കി ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ആ ഫ്ലവർ അതൊന്നും വിട്ടു പോകുന്നില്ല കേട്ടോ. അതിന് ശേഷം ഞാൻ ആ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ചിട്ടുള്ള ആ ഒരു കമ്പി ഉണ്ടല്ലോ, നമ്മൾ ഫ്ലവർ ചുറ്റി കൊടുത്ത കമ്പി അല്ലാതെ മറ്റേ കമ്പിയിലോട്ട് ഒരു 11 ബീഡോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഡൊക്കെ നിങ്ങളുടെ ആ ഒരു ഫ്ലവറിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പിന്നെ ആ ഒരു ഫ്ലവറിന് പകരം നിങ്ങൾക്ക് അവിടെ ബീഡ് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ.
അപ്പോൾ ഫ്ലവറിനെ ഇങ്ങനെ കവർ ചെയ്ത് ഒരു ആർച്ച് ഷേപ്പ് വരുന്ന വിധത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ച ആ ഒരു മോഡൽ മാറ്റി പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഈ ഒരു ആർച്ച് ഷേപ്പ് മാത്രം കൊടുക്കാമെന്നാണ്, ഫ്ലവർ വെച്ചിട്ട് ആർച്ച് ഷേപ്പ് മാത്രം കൊടുക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ച് തുടങ്ങിയത്. പക്ഷേ അത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ വേറൊരു ഡിസൈനും കൂടി കൊടുക്കാൻ തോന്നി. അതായിരിക്കും ബെറ്റർ എന്ന് തോന്നിയിട്ട് പെട്ടെന്ന് തീരുമാനം മാറ്റാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നും ചെയ്ത് വരുന്ന സമയത്തായിരിക്കും നമുക്ക് അതിൽ മാറ്റം വരുത്താമെന്ന് തോന്നുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റാവുന്ന വർക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ, അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എന്താ അടുത്തത് ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്തതും ഫ്ലവർ ആദ്യം തന്നെ വെച്ച് കൊടുക്കാൻ കാരണം അതുകൊണ്ടാണ് കേട്ടോ. ഇനി വീണ്ടും ആർച്ച് ഷേപ്പ് കൊടുക്കാം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ അതിൻ്റെ ഇടയിൽ വേറെ ഡിസൈൻ കൊടുക്കുക എന്നുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫ്ലവറൊക്കെ വെച്ച് കൊടുത്തു. ഫ്ലവർ വെച്ചിട്ട് നന്നായി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിൽക്കുന്ന രണ്ട് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് കേട്ടോ ചെയ്യണത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ടാണ് ആ ഒരു ആർച്ച് ഷേപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത ട്രിപ്പിൽ വന്നപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ ഈ ഒരു ആർച്ച് ഷേപ്പ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ 11 ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 11 ബീഡ് ഇട്ടിട്ട് ഞാൻ ആ ഒരു ആർച്ച് ഷേപ്പ് കൊടുക്കാൻ നിന്ന സമയത്താണ് കേട്ടോ അതിലൊരു മാറ്റം വരുത്താൻ തോന്നിയത്. അപ്പോൾ എന്താ ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഇതുപോലെ ഞാനിങ്ങനെ വെച്ച് കൊടുക്കാൻ നോക്കിയപ്പോൾ അതിനേക്കാളും ഇങ്ങനെ അവിടെ ഒരു ഗ്യാപ്പ് വല്ലാണ്ട് ഫീൽ ചെയ്യണു. അപ്പോൾ അതിനേക്കാളും നല്ലതായിട്ട് തോന്നി എനിക്ക് ഇങ്ങോട്ട് ഒന്ന് വളച്ച് അതൊരു റൗണ്ട് ഷേപ്പിലോട്ട് അങ്ങനെ ഒരു പിരിച്ചു കൊടുക്കാമെന്ന് തോന്നിയിട്ട്. അപ്പം ഇതേപോലെ നമ്മൾ വേറെ ഹെയർ വെൻസിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അവിടെ ആ ഒരു ഗ്യാപ്പ് ഫില്ലായി വന്നിട്ടുണ്ടായിരുന്നു, കാണാനും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നേരത്തേക്കാളും ഭംഗി ഇതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തു. അപ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഹെയർ വെയിന് സ്ഥിരം കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഹെയർ വെയിന് പിരിച്ചെടുക്കാറില്ലേ, അതുപോലെ ബീഡ് ഇട്ടിട്ടൊന്ന് പിരിച്ചെടുത്തു എന്നുള്ളൂ കേട്ടോ. അതിന് ശേഷം ആ സെയിം കമ്പി നമ്മൾ ആ പിരിച്ച് റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കി ആ സെയിം കമ്പിയിൽ തന്നെ നമ്മൾ വീണ്ടും ഒരു 11 ബീഡ് ഇട്ടെടുത്തിട്ടുണ്ട്. 11 ബീഡ് ഇട്ടെടുത്തതിന് ശേഷം നമ്മളിതേപോലെ ഒന്നിങ്ങനെ ആർച്ച് ഷേപ്പ് ആക്കിയിട്ട് പിരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേ കമ്പിയിലോട്ട് ഒന്നിച്ച് വെച്ചിട്ട് പിരിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും നമ്മൾ അടുത്ത സൈഡിലോട്ടാണ് ഫ്ലവറിനെ വെച്ച് കൊടുക്കുക. അടുത്ത സൈഡിലോട്ട് നമ്മൾ ബീഡ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബീഡ് ഇട്ട് കൊടുക്കേണ്ടതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലവർ മറ്റേ കമ്പിയിൽ തന്നെ വെച്ച് ചെയ്യുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു വർക്കാണ്. പക്ഷേ എന്താ പറയുക, ആ ഒരു ഫ്ലവർ വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വരുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 11 ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ റൗണ്ട് ഷേപ്പും അങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഫ്ലവർ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം ഞാൻ എന്താ ഇവിടെ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലവർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആ ഒരു ആർച്ച് ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ സ്കേർട്ടും ടോപ്പൊക്കെ ഇടുന്ന ആ ഒരു ടൈമിലൊക്കെ നമുക്ക് അതിൻ്റെ മാച്ചായിട്ടുള്ള കളറിലൊക്കെ ചെയ്തിട്ട് ഇതുപോലത്തെ ഹെയർ വെൻസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കാരണം ഗോൾഡൻ്റെ ബീഡ്സും ഇതുപോലുള്ള ഫ്ലവേഴ്സൊക്കെ സാറ്റിൻ്റെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വർക്കാണ് കേട്ടോ സാറ്റിൻ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ആ ഒരു ഹെയർ വെൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി എനിക്ക് ചെയ്യാനായിട്ടും ഇഷ്ടമാണ് തന്നെയാണ്, കാണാനും എനിക്ക് ഭംഗി തോന്നിയിട്ടുണ്ട് കേട്ടോ പല കളറിലൊക്കെ വരുമ്പോൾ. പിന്നെ നമുക്ക് കളേഴ്സ് തപ്പി നടക്കാനും ബുദ്ധിമുട്ടില്ല. സാറ്റിൻ റിബൺ ആകുമ്പോൾ ഏത് കളറിലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ. അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല, അത് ചെയ്തെടുക്കാനും നല്ല എളുപ്പമാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് കൂടുതലും ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നൊരു വർക്കാണ് കേട്ടോ സാറ്റിൻ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഹെയർ വെൻസ്. പൊതുവേ ഹെയർ വെൻസ് ചെയ്യാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഹെയർ എക്സസറീസിൽ എനിക്ക് ഹെയർ ബോസോ അല്ലെങ്കിൽ ഹെയർ ക്ലിപ്പുകളൊക്കെ ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് ഹെയർ വെൻ ചെയ്യാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ വീണ്ടും ബീഡ്സ് ഇട്ടിട്ട് അങ്ങനെ മാറ്റിയിട്ടാണ് ചെയ്യണത്. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. ഇനി അതിലൊരു മാറ്റമൊന്നുമില്ല. എൻ്റെ വരേക്കും ഇനി അതേപോലെ തന്നെ ചെയ്ത് പോവാണ്. ആ ഒരു റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കും. ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ട് ഫ്ലവർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റിനും ഒരു ആർച്ച് ഷേപ്പ് ആക്കിയെടുക്കുകയും ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമുക്കിത്. ഇതിനെ ഞാൻ ഈ ഒരു ആർച്ച് ഷേപ്പ് വെച്ചിട്ട് ഇടയിൽ ബീഡ് ഇട്ടിട്ട്
ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുൻപ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ജസ്റ്റ് ഒരു ബീഡ് ഇട്ട് കൊടുത്ത് അങ്ങനെയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആർട്ട് ഷേപ്പ് ആക്കി കൊടുത്തിട്ട്. അപ്പോൾ അത് നല്ല ഭംഗിയുള്ളൊരു മോഡൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്നും നമ്മൾ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് മാറ്റി മാറ്റി ചെയ്യുക. എപ്പോഴും ഒരേപോലെ തന്നെ ചെയ്തെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരുവിധം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റത്തെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് വീഡിയോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയൊരു മങ്ങലുണ്ടായിരുന്നു കാണുമ്പോൾ. അത് ഞാൻ ആ ഒരു ടൈമിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് ഞാനത് കണ്ടത് കേട്ടോ. അതിനുശേഷം ഞാൻ എന്താ വീണ്ടും ആ ഒരു 11 ബീഡ് ഇട്ടിട്ട് ഒരു ആർച്ച് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ എൻഡ് വരേക്ക് കുറച്ചങ്ങനെ കമ്പി കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഹെയർ വെൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി പിരിച്ച് കൊടുക്കുന്നുണ്ട്. പിരിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒന്ന് വളച്ച് നമുക്ക് അവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വളച്ചതിന് ശേഷം ഒന്ന് പിരിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റ കമ്പിയിലല്ല അവിടെ ഹോൾ ഇട്ട് കൊടുക്കാറ്. നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ 2 കമ്പി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഹോളിട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ എൻ്റെ മുൻപത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയൊരു മങ്ങൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ലാസ്റ്റിൽ കാണിക്കാം കേട്ടോ എങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് കാണിച്ച് തരാണ്. ഈ ഒരു കമ്പി വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് മാറ്റി വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട്. ഞാൻ നേരിട്ട് കാണുമ്പോൾ എനിക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഹെയർ വെൻ കാണാനായിട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം. പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ വൈകിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ബൈ.